ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് കുറേ പേര് എന്നോട് പറയാറുണ്ട് കുറേ ബ്രൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും പിമ്പിൾസ് മാറാൻ മാർക്ക് മാറാനൊക്കെ ലൈറ്റനിങ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫേസ് കംപ്ലീറ്റ് ഡാമേജ് ആയി പോയിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ ആൻറ്റി ഏജിങ് ഒരു പാക്കുമാണ് നമ്മളിന്ന് കാണാൻ പോണത്. നല്ല കിടിലൻ റിസൾട്ട് ഉള്ളതും ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആവാനുള്ളതാട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ എന്തായാലും വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് ഞാൻ ഡെയിലി 3:30 ആകുമ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഒരു കിടിലൻ അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യം മതി. നമ്മുടെ കിച്ചണിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ഗ്രീൻ ടീ ബാഗ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ എൻ്റെ കുറച്ച് ലീഫ് കുറച്ച് കൂടുതലുള്ള മാതിരിയുള്ളതാണ് കേട്ടോ. ഇതെപ്പോഴോ നമ്മൾ ടൂർ എങ്ങനെ പോയപ്പോൾ മേടിച്ചതാണ്, മൂന്നാറിൽ നിന്ന് ഇവിടുന്ന് തോന്നുന്നു. അപ്പോൾ അതാ ഇതുമാതിരി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 2 സ്പൂൺ എടുക്കാം കേട്ടോ ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ, ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ആണ്, നമുക്ക് നല്ല റീഫ്രഷിങ് ആൻറ്റി ഏജിങ് എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രീൻ ടീ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നവരരി ഉണ്ടെങ്കിൽ അതെടുക്കാം. അതേപോലെ നമ്മുടെ റൈസ്, അതായത് മട്ട, നമ്മുടെ വീട്ടിൽ നമ്മൾ ചോറ് കഴിക്കാൻ എടുക്കുന്ന ചോറ് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ വീടുകളുടെ അടുക്കളയിൽ ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ഇഫക്റ്റീവായിട്ടുള്ളതാണ്. നമുക്ക് പിമ്പിൾ മാർക്കുള്ളവർക്കും അതേപോലെ നമുക്ക് എന്തെങ്കിലും ക്രീംസ് ഒക്കെ തേച്ച് ഫേസ് ഫുള്ള് സ്കാർസ് ആണ്, ഫുള്ള് റെഡ്നെസ് ആണ്, അതേപോലെ ഫേസ് കംപ്ലീറ്റ് കരിവാളിച്ചു പോയി അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ റൈസ് ആണെങ്കിൽ നമുക്കറിയാം സ്കിൻ ലൈറ്റൻ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി നമ്മുടെ സ്കിൻ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഗ്ലോ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മിക്സിങ്ങിനായിട്ട് നമുക്ക് വെള്ളം എടുക്കാം, റോസ് വാട്ടർ എടുക്കാം, തൈര് എടുക്കാം, പൊട്ടറ്റോൻ്റെ ജ്യൂസ് എടുക്കാം. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങും മാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചപ്പാലാണ്, റോ മിൽക്കാണ്. ഇത് നല്ല ഇഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു റോ മിൽക്കിൻ്റെ മിക്സ്. പക്ഷേ എല്ലാവർക്കും അത് സ്യൂട്ട് ആവണമെന്നില്ല. സോ നമുക്ക് ഏതാണോ പറ്റുക വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ചിലർക്ക് റോസ് വാട്ടർ ആയിരിക്കും, അത് മതി. ഇനിയിപ്പോൾ അതല്ല വെള്ളം ഉള്ളൂ വെച്ചാൽ അതും മതി കേട്ടോ. നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് മാതിരി എടുക്കുക. ഇത് നമുക്ക് ഡെയിലി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്യാം. ആദ്യം നമ്മുടെ ഫേസ് ക്ലിയർ ആവുന്നതിനനുസരിച്ച് നമുക്കിത് കുറച്ച് കൊണ്ടുവരാം. അതായത് ആദ്യം നമ്മളൊരാഴ്ച അടുപ്പിച്ച് ഉപയോഗിച്ചിട്ട് ഫേസിൽ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 2 ആഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുക. ഫേസിൽ മാറ്റം കാണുകയാണെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ 3 തവണയായിട്ട് കുറച്ച് കൊണ്ടുവരാം. പിന്നെ അതുപോലെ പിമ്പിൾ മാർക്കുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നല്ല രീതിക്ക് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അധികം പാലൊന്നും ഒഴിക്കണ്ട, നല്ല തിക്ക് പേസ്റ്റാക്കുക. തിക്ക് മീൻസ് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇരിക്കണം, ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക. പിമ്പിൾ മാർക്കുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ ഉഴുന്ന് അതുപോലെ തന്നെ സാൻഡൽവുഡ് പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ ഉഴുന്ന് എല്ലാവരും വീട്ടിലുണ്ടാവും. പക്ഷേ സാൻഡൽവുഡ് കുറച്ച് എക്സ്പെൻസീവാണ്. സോ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ കയ്യിലില്ലാത്തവർക്ക് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഈസി ആണല്ലോ, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ടീ ഇപ്പോൾ എല്ലാവരും കുടിക്കാനൊക്കെ ആയിട്ട് കൂടുതലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു സൈഡിലേ ഇടുന്നുള്ളൂ. നമുക്കിത് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ റിസൾട്ട് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡിലിട്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഞാൻ എന്താ ഈ ഒരു ഭാഗത്താണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ആ ഒരു താല്പര്യത്തിനനുസരിച്ച് നമുക്ക് എത്ര സമയം, എത്ര ഡേയ്സ് അല്ലെങ്കിൽ എത്ര ആ ഒരു ഇത് വേണമെങ്കിലും ഇടാം കേട്ടോ. നല്ല പാക്കാണ്, സ്കിൻ ടൈറ്റ് ആവും. നമുക്കറിയാം റൈസ് ഒക്കെ നല്ലൊരു ആന്റി ഏജിങ്, റൈസ് ആണെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും നല്ലൊരു ആന്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് എല്ലാവരുടെയും ഞാൻ ഇത്രയും ഭാഗം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രീൻ ടീയുടെ ടീ ബാഗ് ആണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് നല്ല തരിയുള്ള പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് ലീഫ് മാതിരിയില്ല, അതായത് വലിയ വലിയ തരികളായിട്ട് അതാണുള്ളത്. അതാണ് കുറച്ച് ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ കൂടുതലായിട്ടിരിക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഉണങ്ങിയിട്ട് ഇതിൻ്റെ ഒരു ലൈവ് റിസൾട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. സ്കിൻ നല്ല രീതിക്ക് വ്യത്യാസം നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ വാഷിങ്ങിൽ നമുക്ക് അനുഭവപ്പെടും. സ്കിൻ നന്നായി സ്മൂത്ത് ആയ മാതിരിയും
സ്കിൻ ആ ഒരു ഭാഗത്ത് സ്കിന്ന് കുറച്ചൊന്ന് ഗ്ലോ വന്ന മാതിരി ടൈറ്റ് ആയ മാതിരിയൊക്കെ. അപ്പം എന്തായാലും നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ ദേ ഒരു സൈഡിൽ മാത്രം അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് മാസ്ക് മാൻ്റെ മാതിരി വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം മൂക്കിലേക്കാണ് അധികം ഉണങ്ങിയതായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലോണം പിമ്പിൾസ് ഉള്ള ഫേസ് ആണെങ്കിൽ ഒരു ഇളം, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്ത് നല്ലൊരു തിളക്കം, അതായത് നമ്മുടെ സ്കിൻ ടൈറ്റായ മാതിരിയും നമുക്ക് എന്തൊക്കെയോ പുതിയതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതേപോലെ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ വെച്ച മാതിരിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിലത്തെ കരിവാളിപ്പൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഡള്ളായിരിക്കുന്ന ഫേസൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആയ മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണില്ല എന്ന്. പക്ഷേ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പ്രത്യേകിച്ച് ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ഫുള്ളായിട്ട് റിമൂവ് ചെയ്താലും നമുക്ക് ഒരു സൈഡ് മാത്രം നല്ല രീതിക്ക് നീറ്റ് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ റിസൾട്ട് കണ്ടില്ലേ, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, അത് കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ക്രീംസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബ്രൈറ്റനിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽമെന്റ്സ് ഒക്കെ പുരട്ടി നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സ്കിൻ റിപ്പയർ ചെയ്യാനും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവാനും നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നമുക്ക് കൊണ്ടുവരും. അതേപോലെ സ്കിന്നിന് നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഒത്തിരി നല്ലതാണ്, നല്ല ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സാൻഡൽവുഡ് പറഞ്ഞില്ലേ, അപ്പൊ അത് പറ്റാത്തവരുണ്ട്. അപ്പൊ കുറെ പേർക്ക് സാൻഡൽവുഡ് ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് ഭയങ്കര റേറ്റ് ആണ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ എനിക്ക് കമന്റ്സ് വന്നിരുന്നു അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിമ്പിൾ മാർക്ക് ഉണ്ടെങ്കിലൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇറ്റ്സ് വെരി ഇഫക്റ്റീവ്. നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇപ്പൊ ബ്രൈറ്റനിങ്ങിന് മാത്രമല്ല സ്കിന്നൊന്ന് നീറ്റായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ബ്രൈറ്റനിങ് ഓക്കെ ഉണ്ട് എങ്കിലും നമുക്ക് സ്കിന്ന് നമുക്ക് ആ ഒരു നല്ല എന്താ പറയാ നല്ലൊരു വ്യത്യാസം വന്നത് മാതിരി ഫീൽ ചെയ്യാൻ രണ്ട് സൈഡ് ഇനി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടോ അപ്പൊ നല്ല വ്യത്യാസം. ഞാൻ ഇവിടെ നിന്ന് കളയാത്തത് നമുക്ക് ആ ഒരു ലൈൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുപോലൊരു പിക്ചർ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇത് രണ്ടും രണ്ട് സൈഡാണ്, നിങ്ങൾ ചുമ്മാ പറ്റിക്കുകയാണ്, ചുമ്മാ എഡിറ്റിംഗ് ആണ്, കാക്കപ്പുള്ളി ഇപ്പുറത്തെ സൈഡിലത്തെ കാക്കപ്പുള്ളി അപ്പുറത്തെ സൈഡിൽ കാണുവാനില്ല എന്നൊക്കെ. സോ എനിക്ക് വയ്യ. എനിക്കിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ തീർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ എൻ്റെ പുരികത്തിൻ്റെ മുകളിൽ കാക്കപ്പുള്ളി ഉണ്ട്. ഇതേ സൈഡിൽ ഞാൻ നോസ് പിൻ ചെയ്തിട്ടുണ്ട്. ഇതേ സൈഡിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ നമ്മുടെ ഓപ്പൺ പോഴ്സും പ്ലസ് സ്കാർസ്, അതായത് റെഡ് കളറിൽ സ്കാർസ്, എനിക്ക് അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ PCOD പിമ്പിൾസിൻ്റെ ഒരു കൂട്ടമായിരുന്നു അവിടെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ഞാൻ പോസ്റ്റ് ചെയ്തത് ഈ ഒരു പിക്ചറാണ്. ഇതിലുമുണ്ട്, പക്ഷേ ഫോണിൽ സെൽഫി ആയിട്ട് എടുത്തതുകൊണ്ട് ഞാനിങ്ങനെ പിക്ചർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തെളിവായിട്ട് വെക്കണം എന്ന് വിചാരിച്ചെടുത്തതൊന്നുമല്ല. എൻ്റെ ഒരു കാര്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി എടുത്തു മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ആ നെറ്റിയുടെ അവിടെ അതേ കാക്കപ്പുള്ളി ഉണ്ട്, അതേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഫോണിൽ എടുക്കുമ്പോൾ സെൽഫി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇടത്തും വലത്തൊക്കെ മാറും. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ക്യാമറയിൽ എടുത്തതാണ്. അപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി സെയിം കാക്കപ്പുള്ളി നെറ്റിയുടെ മുകളിലുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സൈഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് വയ്യ. ഇതിപ്പോൾ ഞാൻ യാതൊരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മളെ തീർത്ത് കൊടുക്കണ്ടേ. നമ്മൾ ഫോണിലെടുക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു സ്മൂത്തനിങ് അല്ലെങ്കിൽ ഫിൽറ്ററൊക്കെ കയറി വരും. ക്യാമറയിൽ എടുക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാം കറക്റ്റ് ക്ലിയർ ആയിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇത് ക്യാമറ പിക്കാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.